ഹലോ. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചു, ഷസാമിൻ്റെ വീഡിയോ ഇടാൻ എനിക്ക് പ്രത്യേകിച്ച് റീസൺ ഉണ്ടോ? അതിൽ കുറേ നല്ല റിവ്യൂസും നല്ല കമൻസ് ഒക്കെ വന്നിരുന്നു. ചേച്ചിക്ക് ഇനി നല്ല ഫ്രണ്ട്സ് മാത്രമല്ല ഫാൻസും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എൻ്റെ സർക്കിൾസിലുള്ള കുറച്ച് പീപ്പിളും എൻ്റെ അടുത്ത് വന്ന കാര്യം പറഞ്ഞായിരുന്നു. കൊള്ളായിരുന്ന വീഡിയോ, നീ പറഞ്ഞതൊക്കെ അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സപ്പോർട്ടൊക്കെ ചെയ്ത്. പിന്നെ എൻ്റെ പപ്പ വേണ്ടിയിട്ട് പറഞ്ഞു, വീഡിയോ ഒക്കെ എടുത്തപ്പോഴേക്കും വലിയ ആളൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ട്രോളുമായിരുന്നു. അങ്ങനെ മെസ്സേജ് റിവ്യൂസിൽ എൻ്റെ അടുത്ത് വെച്ച് എന്തു പറ്റി ചേച്ചി, റിലേഷൻ പ്രശ്നമാണോ കാര്യമാണോ? ഞാൻ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ പണി വാങ്ങിയത് ഞാൻ ഫ്രണ്ട്ഷിപ്പിലാണ് എനിക്ക് ഒരുപാട് പണി, ചെറുപ്പടികൾ അത് കിട്ടിയത് ഫ്രണ്ട്ഷിപ്പിൽ നിന്നാണ്. പിന്നെ നമുക്കാരെയും മൈൻഡൊന്നും തുറന്നു നോക്കി ഇയാൾ ലോയലാണോ, ഈ പെണ്ണ് ജെന്യൂനാണോ എന്നും നമുക്ക് പറയാനേ പറ്റത്തില്ല. ലൈക്ക് ഞാൻ സഹായിച്ച ആൾക്കാരൊക്കെ എന്നെ ചവിട്ടിയിട്ടേ ഉള്ളൂ. ഞാൻ അത്രയും കൊണ്ട് നടന്ന ആൾക്കാരൊക്കെ എന്നെ ഒഴിവാക്കിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നമ്മളെപ്പോഴും എന്താ പറയുക, നമ്മളെന്തെങ്കിലും ഫ്രണ്ട്ഷിപ്പിലോട്ട് പോകുമ്പോഴോ റിലേഷൻഷിപ്പിലോട്ട് പോകുമ്പോഴോ ഇപ്പോൾ സൂക്ഷിച്ച് മാത്രം പോവുക. ഭാവിയിലിരുന്ന് കരയാനുള്ള വകയാണെങ്കിൽ ഒരിക്കലും പോവാതിരിക്കുക എന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പം റിലേഷൻ അഡ്വൈസ് ആണെങ്കിൽ എനിക്ക് തരാൻ ഒരുപാട് അഡ്വൈസ് ഉണ്ട്. ഇത് മെയിൻലി ഗേൾസിന് എനിക്ക് കൊടുക്കാനുള്ള അഡ്വൈസാണ്. ലൈക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട് സ്നേഹിക്കും, നിങ്ങൾ ഭയങ്കരമായിട്ട് കൊണ്ടു നടക്കും. മേ ബി നിങ്ങൾ ജെന്യൂൻ ആയിരിക്കും, ലോയലായിരിക്കും, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അങ്ങനെ ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ ആ വ്യക്തി കുറേ ഗേൾസിനെ കാണുന്നുണ്ടാവും, കുറേ ഗേൾസായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാവും, നിങ്ങൾ അറിയുന്നില്ലെന്ന് മാത്രം. ഒരുപാട് കഴിഞ്ഞ് നിങ്ങളെ ഒഴിവാക്കുന്ന സമയത്ത് ലൈക്ക് ഒരു ചുയിങ്കം കഴിച്ചിട്ടേ അതിൻ്റെ ടേസ്റ്റ് കഴിയുമ്പോൾ തുപ്പിക്കളയുമല്ലോ, അതുപോലെ നിങ്ങളെ വലിച്ചെറിയുന്ന ഒരു സമയം വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ ഇങ്ങനെയായിരുന്നല്ലേ ഈ സംഭവം എന്നൊക്കെ. അതിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും പുതിയൊരു ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒബ്വിയസ്ലി ദേ വിൽ അവോയ്ഡ് യു. അതെന്തായാലും സംഭവിച്ചിരിക്കും. എൻ്റെ അനുഭവം കൊണ്ട് പറയുക. സോ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ചതിക്കുന്ന ഗേൾസും ഉണ്ട് കേട്ടോ, ഞാൻ കണ്ടിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു ബോയ് ഫ്രണ്ട് ഉള്ള സമയത്ത് തന്നെ വേറൊരു ബോയ് ആയിട്ട് റിലേഷൻ ആവുന്നു. അവർ തമ്മിൽ ലൈക്ക് എല്ലാ കാര്യത്തിലും അവർ ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, കോൺവെർസേഷൻ വെക്കുന്നു. സോ നമുക്ക് ആരെയും ഈ കാലത്ത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മെയിൻലി എനിക്കത് ഷസാമിൻ്റെ ആ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര റിലേറ്റിംഗ് ആയിരുന്നു. എൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ സത്യമായിട്ട് വിളിച്ചു പറഞ്ഞൊരു വ്യക്തിയാണത്, ഐ മീൻ ഷസാമിക്ക. അപ്പം എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചൂസ് ചെയ്യുന്ന വ്യക്തി നമ്മളെ കൂടെ ഉണ്ടാവണം എന്ന് ഒരു ഉറപ്പുമില്ല. നമ്മൾ ചൂസ് ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ടി നമ്മൾ ഇച്ചിരി എഫേർട്ട് ഇട്ട് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നമ്മൾ ജീവിതകാലം മുഴുവൻ പൊന്നു പോലെ നോക്കാന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ നോക്കും, ഉറപ്പായിട്ട് നോക്കും. അപ്പം നമ്മൾ ചൂസ് ചെയ്യാതിരിക്കുക, നമ്മൾ ചൂസ് ചെയ്യുന്ന വ്യക്തികളോട് നമ്മൾ സന്തോഷമായിട്ടിരിക്കുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഏതോ ഒരു ഡയലോഗിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയല്ല, നമ്മളെ സ്നേഹിക്കുന്ന പെൺകുട്ടീനെ വേണം നമ്മൾ സ്നേഹിക്കാൻ എന്നൊക്കെ. അപ്പോൾ അവരെപ്പോഴും നമ്മളെ കൂടെ ആ സ്നേഹം കൂട്ടി നമുക്കൊരുപാട് സ്നേഹം തന്നുകൊണ്ടേയിരിക്കുന്നു. എന്നുവെച്ചാൽ ഈ റിലേഷൻഷിപ്പിലാണെങ്കിലും ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും വഴക്കൊക്കെ വരും. വഴക്ക് വന്നു കഴിഞ്ഞാൽ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് പോയി കംപ്ലൈൻറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ തേർഡ് പേഴ്സൻ്റെ അടുത്ത് പോയിട്ട് ആശ്വാസം നേടാതെ തമ്മിൽ പറഞ്ഞു തീർക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സോ ബി ഹാപ്പി, ചൂസ് വൈസ്ലി, ബട്ട് നോട്ട്, അത് ഞാൻ പറയണില്ല. സോ എന്താ പറയുക, ചൂസ് ചെയ്യണ്ടെന്നാണ് ഞാൻ പറയുള്ളൂ. ചൂസ് ചെയ്യണ്ട. നമ്മൾ ചൂസ് ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക.